ഹലോ 25 സുന്ദരമായ വള്ളിച്ചെടികളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബൊഹീനിയം കുക്യാനിയാണ് കേട്ടോ. അടിപൊളിയാണ്. 6 മാസത്തോളം പൂക്കൾ വാടാതെ കൊഴിയാതെ ഇങ്ങനെ നിൽക്കുന്ന സുന്ദരി പെണ്ണാണ്. ഒറ്റ ചെടിയിൽ തന്നെ 2-3 നിറങ്ങളിലുള്ള പൂക്കൾ പിടിക്കുന്നതാണ് കേട്ടോ. രണ്ടാമത്തേത് നമ്മുടെ തൂക്കണാങ്കുരുവി പ്ലാന്റ് ആണ്. അടിപൊളിയാണ്. നമ്മുടെ കാറ്റ്സ് ക്ലോയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പൂക്കളാണ്. പക്ഷേ കാറ്റ്സ് ക്ലോ അല്ല കേട്ടോ. ഇതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയില്ല. തൂക്കണാങ്കുരുവി പ്ലാന്റ് എന്നാണ് ഞങ്ങളിവിടെ വിളിക്കുക. ഇനി അടുത്തത് നമ്മുടെ ബ്ലാക്ക് ഐഡ് സൂസനാണ് കേട്ടോ. അതെ, കരിങ്കണ്ണി സൂസന എന്നൊക്കെ പറയും. അടിപൊളി ഒരു വള്ളിച്ചെടിയാണ്. എന്നും പൂക്കൾ തരുന്ന സുന്ദരി കോതയാണ് കേട്ടോ ഇത്. അടുത്തത് നമ്മുടെ ആസ്ട്രേലിയൻ വൈൻ അല്ലെങ്കിൽ ഗോൾഡ് സ്ലണ്ടർ ഷവറാണ്. എല്ലാ ദിവസവും പൂക്കൾ തരുന്ന നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ബ്രൈഡൽ ബൊക്കയുടെ ചേട്ടത്തിയുടെ മോളെന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള അടിപൊളി ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഇഷ്ടമായോ? ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ കോറൽ വൈനാണ്. അതെ, കോറൽ വൈൻ പിങ്ക്. ശരിക്കും നമ്മുടെ എന്താ പറയുക, നമ്മുടെ അന്തരീക്ഷത്തിലെ വായുവിനെയൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു പ്ലാന്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. തേനീച്ച വളർത്തലുകാരും ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ് കോറൽ വൈൻ. പിന്നെ നമ്മുടെ ഫാസിനോ ഐലൻഡ് ക്രീപ്പർ അല്ലെങ്കിൽ ടെക്കോമാന്ത ഹില്ലി എന്ന പേരിൽ അറിയപ്പെടുന്ന നല്ല രസമുള്ള വള്ളിച്ചെടിയാണ് കേട്ടോ. നമുക്ക് തെങ്ങിലും ആർച്ചിലും തൂണിലും ഒക്കെ കയറ്റി വിടാൻ പറ്റുന്ന നല്ല ചന്തം തരുന്നൊരു വള്ളിച്ചെടിയാണ്. നിങ്ങൾക്കിഷ്ടമായോ? ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ട വള്ളിച്ചെടികളിലൊന്നാണ് ഈ ടെക്കോമാന്തേ ഹില്ലി. നല്ല രസമായിട്ട്, പ്രത്യേകിച്ച് ഇത് തെങ്ങിലോട്ടൊക്കെ പടർത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെമ്മിൽ മാത്രം ഇതിങ്ങനെ പൂക്കൾ വിരിഞ്ഞ് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അടുത്തത് നമ്മുടെ മിനിയേച്ചർ ഗാർലിക് വൈനാണ്. യഥാർത്ഥത്തിൽ ഇത് നോർമൽ ഗാർലിക് വൈനല്ല, മിനിയേച്ചർ ടൈപ്പാണ്. എപ്പോഴും പൂക്കൾ തരുന്ന കുറേ കൂടെ നല്ല കളറുള്ളതാണ്. നമ്മുടെ സാധാ ഗാർലിക് വൈനെക്കാട്ടിയും കുറേ കൂടെ നല്ല കളറുള്ളതാണ്. നല്ല രസമായിട്ട് പൂക്കുന്നതാണ് ഈ ഗാർലിക് വൈൻ. മിനിയേച്ചർ ഗാർലിക് വൈൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സാധാ ഗാർലിക് വൈനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് സീസണലാണല്ലേ പൂക്കുന്നത്. ഒരു സീസണിൽ മാത്രമേ പൂക്കുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, സീസൺ ഇല്ലാതെ തന്നെ എപ്പോഴും പൂക്കൾ തരുന്നതാണ് നമ്മുടെ ഈ മിനിയേച്ചർ ഗാർലിക് വൈൻ. അടുത്തത് നമ്മുടെ കാൻഡിൽ വൈനാണ്. അതെ, പണ്ട് രാജകൊട്ടാരങ്ങളിൽ മാത്രം വളർത്തിയിരുന്ന വള്ളിച്ചെടി എന്ന് പറയപ്പെട്ടിരുന്ന കാൻഡിൽ വൈനാണ്. അപാര സുഗന്ധമുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ കാൻഡിൽ വൈൻ. അപ്പോൾ കാൻഡിൽ വൈൻ ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ നിറച്ച് മഞ്ഞ് വീണതുപോലാണ് പൂത്ത് നിൽക്കുക. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ഇതിൻ്റെ ഇലകൾക്കും മൊട്ടുകൾക്കും ഉള്ള. അടുത്തത് വന്നിട്ട് നമ്മുടെ കൃഷ്ണകമലാണ്. കൃഷ്ണകമലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല കളേഴ്സ് ഉണ്ട്. അതിലത് ചുമന്ന കളറാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മുടെ മോർണിംഗ് ഗ്ലോറിയാണ്. മോർണിംഗ് ഗ്ലോറിക്കും പല നിറങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു എന്താ പറയുക, നീല കളറാണ്. നല്ല രസമായിട്ട് തോന്നില്ലേ? എല്ലാ ദിവസവും നമ്മൾ ഗാർഡനിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ വീട്ടുമുറ്റത്ത് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പൂവാണ് ഈ മോർണിംഗ് ഗ്ലോറി എന്ന് വെച്ചാൽ. അടുത്തത് നമ്മുടെ ബ്രൈഡൽ ബൊക്കേറ്റാണ്. ബ്രൈഡൽ ബൊക്കേറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ രസമെന്നറിയോ? എല്ലാ ദിവസവും പൂക്കൾ തരുന്ന 5 ഇതളുള്ള പൂക്കളുള്ള നല്ല രസമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന സുന്ദരി പെണ്ണാണ് ഈ ബ്രൈഡൽ ബൊക്കെ എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ജെയ്ഡ് വൈനാണ്. ജെയ്ഡ് വൈൻ 2 കളേഴ്സ് ഉണ്ട്. ഈ ഇപ്പോൾ കാണിക്കുന്നത് ജെയ്ഡ് വൈൻ ബ്ലൂ ആണ്. അടിപൊളി ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല താഴോട്ട് തൂങ്ങി ഇറങ്ങുന്ന നല്ല എന്താ പറയുക, തത്തയുടെ ചുണ്ടുപോലിരിക്കുന്ന അടിപൊളി പ്ലാന്റാണ് ഈ ജെയ്ഡ് വൈൻ. ജെയ്ഡ് വൈൻ്റെ നീലയാണ് നമ്മുടെ ക്രീപ്പർ പ്ലാന്റിൽ ഇപ്പോൾ കാണിക്കുന്നത്. അടുത്തത് നമ്മുടെ ജെയ്ഡ് വൈൻ റെഡാണ് കേട്ടോ. അതെ, ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. അടിപൊളിയാണ് ജെയ്ഡ് വൈൻ റെഡ് എന്ന് പറഞ്ഞാൽ. നല്ല രസമായിട്ട് തീഗോളം കണക്കെ ഇങ്ങനെ താഴോട്ട് തൂങ്ങി ഇറങ്ങുന്നതാണ് ഈ ജെയ്ഡ് വൈൻ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റുകളിലൊന്നാണ് കേട്ടോ. അടുത്തത് മധുമാലതി അല്ലെങ്കിൽ രംഗൂൺ ക്രീപ്പർ ഡബിൾ പെറ്റൽ അല്ലെങ്കിൽ മൾട്ടി പെറ്റൽ രംഗൂൺ ക്രീപ്പർ എന്നൊക്കെ പറയും. എന്താ രസമുള്ള പൂക്കളെന്നറിയാമോ? എന്താ സുഗന്ധമുള്ള പൂക്കളെന്നറിയാമോ? അതെ, അടിപൊളിയായിട്ട് ഒരു ക്രീപ്പർ പ്ലാന്റാണ്. നമുക്ക് നല്ല രസമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രീപ്പർ പ്ലാന്റാണ്. അപാര സുഗന്ധമാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരും, ഇത് നമ്മുടെ സാധാരണ വരമ്പിലും തോട്ടിൻ്റെ ഭാഗത്തും ഒക്കെ കാണുന്ന പുല്ലാന്നിയല്ലേ എന്ന്. അത് ഇതല്ല കേട്ടോ. ഇത് ഡബിൾ പെറ്റൽ രംഗൂൺ ക്രീപ്പർ. അടിപൊളിയാണ്. റെയർ പ്ലാന്റുകളിൽ ഒന്നുകൂടിയാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് നമ്മുടെ കാറ്റ്സ് ക്ലോയാണ് കേട്ടോ. അതെ, ഡോളി ചന്ദ്ര. നമുക്ക് എന്താ പറയുക, ചുമരിലും തെങ്ങിലും ഒക്കെ കയറി പിടിച്ച് പൂച്ച ഇങ്ങനെ അള്ളി പിടിച്ച് കയറുന്നത് പോലെ പടർന്നു പോകുന്ന നമ്മുടെ കാറ്റ്സ് ക്ലോ അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ. ഇതൊരു അടിപൊളി വള്ളിച്ചെടിയാണ്. നമ്മുടെ മതിലിലും ചുമരിലും
ആർച്ചിലും ഒക്കെ ഇതുപോലെ സെറ്റ് ചെയ്യാതെ എടുക്കാൻ പറ്റുന്ന വള്ളിച്ചെടിയാണ് നമ്മുടെ ക്യാറ്റ്സ് ക്ലോ. അടുത്തതായിട്ട് നമ്മുടെ ഹണീസക്കിളാണ്. അതെ, ഹണീസക്കിൾ ഒറ്റ ചെടിയിൽ തന്നെ 2 നിറത്തിൽ പൂക്കൾ വിരിയുന്ന നല്ല സുഗന്ധമുള്ള ഹണീസക്കിളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് വളർത്തി വിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മതിലിലും ആർച്ചിലും ഒക്കെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നിൽക്കുന്നതാണ്. പൂക്കളും ഇലകളും ഒക്കെയും തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഹണീസക്കിൾ എന്ന് വെച്ചാൽ. അടുത്തത് നമ്മുടെ ബ്ലൂ ക്ലസ്റ്റർ വൈനാണ്. അതെ, അടിപൊളി. എല്ലാ ദിവസവും വിരിയുന്ന കുഞ്ഞി പൂക്കളാണ്, കുഞ്ഞി നീല പൂക്കളാണ്. എന്താ പറയുക, സൂര്യൻ ഉദിക്കുമ്പോൾ വിരിയും, സൂര്യൻ പോകുന്നതിനനുസരിച്ച് മങ്ങുകയും ചെയ്യുന്ന ചെടിയാണ്. അടിപൊളിയാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് നമ്മുടെ മണിമുല്ലയാണ്. മണിമുല്ലയെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യം ഇല്ലയെന്ന് തോന്നുന്നു. പൊളി മണിമുല്ല, ഒരു രക്ഷയില്ലാത്ത മണിമുല്ലയാണ് കേട്ടോ. ശരിക്കും അപാര സുഗന്ധമായിട്ട് വിരിയുന്നതാണ്. പൊരോന പാനിക്കുലാത്ത എന്നും ഇതിനൊരു പേരുണ്ട്. ലക്ഷക്കണക്കിന് പൂക്കളാണ് ഒറ്റ ട്രിപ്പ് തന്നെ ഇത് പൂക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് നമുക്ക് പന്തലിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളി ഒരു ചെടിയാണ് കേട്ടോ ഈ മണിമുല്ല എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടേത് ട്രംപറ്റ് വൈനാണ്. പേര് പോലെ തന്നെ സുന്ദരി. ഒരുപാട് ഹമ്മിങ് ബേഡ്സും ശലഭങ്ങളും ഒക്കെ വന്ന് തേൻ കുടിച്ച് പോകുന്ന അടിപൊളി ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ. നല്ല രസമായിട്ട് നമ്മുടെ ക്ലൈമറ്റിൽ വളരുന്നുണ്ട്. നല്ല രസമായിട്ട് പൂക്കളും തരുന്നുണ്ട്. അടിപൊളിയാണ്. കണ്ടില്ലേ, നല്ല കോളാമ്പി പൂവ് ക്രീപ്പർ ആയാൽ എങ്ങനെ ഇരിക്കും അത് കൂട്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു ട്രംപറ്റ് വൈൻ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പൂക്കളിൽപ്പെട്ട ഒന്നുകൂടിയാണ് കേട്ടോ ഇത് നമുക്ക് ആർച്ചിയിലും ഗേറ്റിലും ഒക്കെ വളർത്തി വിടാൻ പറ്റുന്നതാണ്. നല്ല രസമായിട്ട് തന്നെ പൂക്കൾ തരുന്നതാണ്. കണ്ടില്ലേ, എന്താ ഭംഗിയെന്നാ പറയുന്നത് ആ പൂക്കൾക്ക്. അടുത്തതായിട്ട് വന്നിട്ട് നമ്മുടെ വെള്ള ക്രീപ്പർ റോസാണ്, വെള്ള വള്ളി റോസാണ്. അടിപൊളി ക്രീപ്പർ റോസ് അല്ലേ, സൂപ്പറായിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ നൈർമല്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ നിറമായിട്ട് വെള്ള കളറിൽ ഇങ്ങനെ ക്രീപ്പർ റോസ് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. പലതരം ക്രീപ്പർ റോസുകളുണ്ട്, എങ്കിലും ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വെള്ള കളർ ക്രീപ്പർ റോസിനെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നത്. അടുത്തത് വന്നിട്ട് തമ്പോജിയാണ്. തമ്പർജിയെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്താ അടിപൊളി ഒരു പൂവാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ കോറൽ വൈൻ്റെ വൈറ്റാണ്. അതെ, നല്ല രസമായിട്ട് വിരിയുന്നതാണ്. നിറച്ച് തേനീച്ചകളും ശലഭങ്ങളും ഒക്കെ വരുന്നതാണ്. തേനീച്ച കർഷകരൊക്കെ എപ്പോഴും വെച്ച് വളർത്തുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ കോറൽ വൈൻ എന്ന് പറഞ്ഞാൽ. കോറൽ വൈന് പിങ്കും ഉണ്ട് വൈറ്റും ഉണ്ട്. പിങ്ക് ഞാൻ ആദ്യം കാണിച്ചിരുന്നു, ഇപ്പോൾ കാണിക്കുന്നത് വൈറ്റാണ് കേട്ടോ. നല്ല രസമായിട്ട് പൂക്കൾ വിരിയുന്നതാണ് കേട്ടോ ഈ വൈറ്റ്. പിന്നെ അടുത്തത് നമ്മുടെ ഡബിൾ പെറ്റൽ ശംഖുപുഷ്പമാണിത്. നല്ല ഒരു വള്ളിച്ചെടിയാണ്, കിഡിലായിട്ട് പൂക്കൾ തരുന്നതാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് എന്നും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വള്ളിച്ചെടി വളർത്താവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ആരാണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ക്യാൻഡിൽ വൈൻ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ക്യാൻഡിൽ വൈൻ അടിപൊളിയല്ലേ. പിന്നെ ഇതേണ്ടേ നമ്മുടെ ക്ലൈംബിംഗ് ജാസ്മിൻ വരുന്നുണ്ട്. അങ്ങനെ വള്ളിച്ചെടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത്ര മാത്രമല്ല, ഒരുപാട് വള്ളിച്ചെടികളുണ്ട് കേട്ടോ. ഇതിൽ ഓൾമോസ്റ്റ് 90% പ്ലാന്റുകൾ നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കുള്ളതാണ്. ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും കളക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ നമ്മൾ ബുക്കിംഗ് എടുക്കുന്നുണ്ട്. വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ക്രീപ്പറെ കൂടെ കാണിച്ചു തരാം. ദേ ഇത് കണ്ടോ, കാർഡിനൽ ക്രീപ്പർ എന്നാണ് ഇതിൻ്റെ പേര്. ഐപ്പോമിയ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ക്രീപ്പേഴ്സ് ഇനിയുണ്ട്. ബാക്കി വരുന്ന ക്രീപ്പേഴ്സിനെയൊക്കെ ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണിക്കാം. ദേ ഇന്ന് ഒരാളെ കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബ്ലീഡിങ് ഹേർട്ടാണ്. കണ്ടില്ലേ, ബ്ലീഡിങ് ഹേർട്ടും ഒരു ക്രീപ്പർ പ്ലാന്റാണ്. അടിപൊളിയായിട്ട് എപ്പോഴും വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ് ബ്ലീഡിങ് ഹേർട്ടിൻ്റെ. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും